പ്രതിനിധി AM ആരിഫും ഇപ്പോൾ 1ാം ക്ലാസ്സിലാണുള്ളത്. 1ാം ക്ലാസ്സിൽ ഇരിക്കുന്നതിന്റെ വലിയ പ്രതീതിയെ പുത്തൻ ഉടുപ്പൊക്കെ ഇട്ടിട്ടാണ് അദ്ദേഹവും വന്നിട്ടുള്ളത്. 1ാം ക്ലാസ്സിലാണോ ഇപ്പോൾ ഉള്ളത്? 1ാം ക്ലാസ്സിലെ അനുഭവം പഴയ കാര്യങ്ങളൊക്കെ ഓർക്കുകയായിരുന്നു. സ്കൂളിലേക്ക് കരഞ്ഞ് നിലവിളിച്ചൊക്കെ പോയിക്കൊണ്ടിരുന്ന ആ കാലം ഇങ്ങനെ ഓർക്കുകയായിരുന്നു മനസ്സിൽ. പണ്ട് 1ാം ക്ലാസ്സിൽ ചെന്നപ്പോ ഇതുപോലൊക്കെ ഉണ്ടായിരുന്നു. പണ്ട് 1ാം ക്ലാസ്സിൽ ചെല്ലുമ്പോൾ ഇതേ ആവേശമായിരുന്നു. ഇതുപോലുള്ള സെറ്റപ്പ് ഒന്നും ഇല്ലല്ലോ. നമ്മൾ സ്കൂളിൽ ചെല്ലുന്നു. ഞാനാണെങ്കിൽ എനിക്ക് പിന്നെ 5 വയസ്സ് തികഞ്ഞിട്ടില്ലായിരുന്നു. വാപ്പ 5 വയസ്സ് തികഞ്ഞെന്നും പറഞ്ഞ് കൊണ്ട് ചേർത്തതാ. എന്റെ കൂട്ടുകാരനും കൂടി ചേർത്തപ്പോൾ എനിക്ക് പോകണമെന്നും പറഞ്ഞ് ഞാൻ ബഹളം ഉണ്ടാക്കി. അങ്ങനെ പോലീസ് ക്വാർട്ടേഴ്സിൽ താമസിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് വേറൊരു പോലീസുകാരനെ മകനെ കൊണ്ട് ചേർത്ത്. അവന്റെ വയസ്സ് 7 5 കൊണ്ട് കൂടി ചേർത്തത്. എനിക്ക് 4 വയസ്സ് 4 5 പറഞ്ഞു കൊണ്ട് ചേർത്ത്. അതായത് സൈഫ ആരിഫ് പറയുന്നത് സ്കൂളിൽ 1ാം ക്ലാസ്സിൽ ചേരാൻ ഉള്ള പ്രായം ആകുന്നതിന് മുമ്പ് തന്നെ 1ാം ക്ലാസ്സിൽ പോയത്. അതായത് ഒരു മുഴം മുമ്പേ സ്കൂളിൽ പോയി പഠിച്ച ആളാണ്. ഇപ്പോൾ 1ാം ക്ലാസ്സിലെത്തിയ പഴയ ഓർമ്മയൊക്കെ അയവിറക്കി ഇങ്ങനെ ഇരിക്കുകയാണ്. മുഖ്യമന്ത്രിക്ക് വേണ്ടിയിട്ടുള്ള കസേരയൊക്കെ ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു. അല്പസമയത്തിനകം മുഖ്യമന്ത്രി ഇവിടേക്ക് എത്തും. മുഖ്യമന്ത്രി എത്തുന്നതോടുകൂടി ഈ പ്രവേശനോത്സവം അതിന്റെ ഉച്ചസ്ഥായിയിൽ എത്തും. മുഖ്യമന്ത്രി വരുമ്പോൾ വേദിയിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കലാപരിപാടികൾക്ക് വിദ്യാർത്ഥികൾ തയ്യാറെടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അങ്ങേയറ്റം ഉത്സവാന്തരീക്ഷത്തിലാണ് ഇപ്പോൾ കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഉള്ളത്. വേദിയിൽ മുഖ്യമന്ത്രി വരുന്ന വേദി ഇപ്പോൾ എല്ലാ സജ്ജീകരണങ്ങളും പൂർത്തിയാക്കി. വേദിയിൽ ഈ പ്രവേശനോത്സവ ഗാനത്തിന്റെ ദൃശ്യാവിഷ്കാരം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇനം. അത് വേദിയിൽ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കലാകാരികൾ ഇപ്പോൾ വേദിയിലേക്ക് പൊക്കൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രി വരുന്ന മുറയ്ക്ക് തന്നെ വേദിയിലേക്ക് എത്തി അത് അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു. അല്പസമയത്തിനകം മുഖ്യമന്ത്രി കലവൂർ ഹയർ സെക്കൻഡറി സ്കൂളിലെത്തും. മുഖ്യമന്ത്രി ഇവിടേക്ക് എത്തുമ്പോൾ മുഖ്യമന്ത്രിയെ ഇവിടെ സ്കൌട്ട് ആൻഡ് ഗൈഡ്സ് വിദ്യാർത്ഥികൾ ഗാർഡ് ഓഫ് ഓണർ നൽകി സ്വീകരിക്കും. അതിനുശേഷം അവർക്ക് സല്യൂട്ട് നൽകിയതിനു ശേഷമാണ് മുഖ്യമന്ത്രി അകത്തേക്ക് വരിക. മുഖ്യമന്ത്രി അകത്തേക്ക് വന്ന് ഇരിപ്പിടത്തിൽ എത്തിയാലുടൻ ഈ വർഷത്തെ പ്രവേശനോത്സവ ഗാനം അതിന്റെ ദൃശ്യാവിഷ്കാരം വേദിയിൽ അരങ്ങേറും. 10ാം ക്ലാസ് വിദ്യാർത്ഥിയായ ഭദ്ര എഴുതി തയ്യാറാക്കിയ ഗാനം അതിന് മ്യൂസിക് നൽകി ചിട്ടപ്പെടുത്തി ആലപിച്ച ആ ഗാനം അതിന്റെ ദൃശ്യാവിഷ്കാരമാണ് ഈ സംസ്ഥാനതല പ്രവേശനോത്സവം നടക്കുന്ന കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രത്യേകം സജ്ജീകരിച്ചിരിക്കുന്ന വേദിയിൽ അരങ്ങേറുക. അതിനുവേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായി. ഇപ്പോൾ നമുക്ക് കാണാം കുരുന്നുകളെല്ലാം എത്തിച്ചേർന്നിട്ടുണ്ട്. 3 ലക്ഷത്തിൽ പരം വരുന്ന കുരുന്നുകൾ സംസ്ഥാനത്ത് ആദ്യ ദിനം അധ്യയനം തുടങ്ങുന്നുവെങ്കിൽ അതിൽ 198 പേരും കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നാണ്. അവർ അങ്ങേയറ്റം സന്തോഷത്തോടും ആവേശത്തോടുമാണ്. അവരുടെ തലയിൽ കിരീടമുണ്ട്, അവരുടെ കയ്യിൽ പൂവുണ്ട്. അവർക്ക് നേരത്തെ തന്നെ വിദ്യാഭ്യാസ മന്ത്രി ലഡു നൽകി സ്വീകരിച്ചിരുന്നു. ആ അർത്ഥത്തിൽ കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഇന്ന് സംസ്ഥാനത്ത് ശ്രദ്ധിക്കുന്ന ഒരു ദിവസമാണ്. കാരണം എല്ലാവരും 1ാം ക്ലാസ്സിലേക്ക് എത്തിയ ഒരു പ്രതീതിയിൽ നിന്നുകൊണ്ട് വലിയ ആഘോഷമാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. സൈഫുദ്ദീൻ അത് കണ്ടാൽ മനസ്സിലാകുകയും ചെയ്യും. അത്യന്തം ആവേശകരം, അങ്ങേയറ്റം വർണ്ണാഭമാണ് കലവൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ സംസ്ഥാനതല പ്രവേശനോത്സവ പരിപാടികൾ.